ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്പെയർ എജ്യൂ ടിപ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ എന്തായിരുന്നു? ഹാർട്ടിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഹാർട്ടിൻ്റെ ഫങ്ഷനും ഒക്കെ ആയിരുന്നു. അതേപോലെ ഹാർട്ട് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു? 72 ടൈംസ് ആണ്. ഇതിൽ സിസ്റ്റോളിനും ഡയസ്റ്റോളിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്രയാണെന്നും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ നോക്കാം. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ബൈ ദ റിതമിക് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽ. നമ്മുടെ ഹൃദയത്തിലെ പേശികളുടെ ഒരു റിതമുണ്ട് അതിന്, അതായത് കറക്റ്റായിട്ട് ഒരു കൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴേ ഈ SA നോഡിനെ എന്തെന്നും പറഞ്ഞു? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നും പറഞ്ഞിരുന്നു. അതിൻ്റെ കാര്യം നോക്കിക്കേ. ദ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നെസസറി ഫോർ ദ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ്. ഹൃദയത്തിൻ്റെ സങ്കോചത്തിന് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ വൈദ്യുത ആവേഗങ്ങൾ ആവശ്യമാണ്. റൈറ്റ് ഏട്രിയത്തിൻ്റെ വോൾസിൽ കാണപ്പെടുന്നതാണ് SA നോഡെന്ന് പറഞ്ഞു. ഈ SA നോഡാണ് ഹൃദയത്തിൻ്റെ കൺട്രാക്ഷൻ ആവശ്യമായ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് SA നോഡിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി ആ സെൻറ്റൻസ് ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കി. ദ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നെസസറി ഫോർ ദ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് are produced by the SA node in the walls of right atrium. It is also known as pacemaker. നമ്മുടെ ഹൃദയത്തിൻ്റെ റൈറ്റ് ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന SA നോഡ് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാവശ്യമാണ്? ഹൃദയത്തിൻ്റെ അറകളുടെ സങ്കോചത്തിന്, കൺട്രാക്ഷന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ പേസ് മേക്കർ എന്നും പറയുന്നത്. അടുത്തതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ECG. തെറ്റരുത്, ഒരിക്കലും ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് എഴുതരുത്. നിങ്ങളുടെ ഇപ്പോൾ ECGയുടെ എക്സ്പാൻഷൻ ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണെന്ന് ഓർക്കുക. ECG എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എന്തിനെക്കുറിച്ചുള്ള? ഓഫ് ഇലക്ട്രിക്കൽ വേവ്സ് ഫെൽറ്റ് ഇൻ ദ വാൾസ് ഓഫ് ഹാർട്ട് വെൻ ഹാർട്ട് ബീറ്റ്. നമ്മുടെ ഹൃദയം ഇടിക്കുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഇലക്ട്രിക്കൽ വേവ്, അതിനെ ഒരു ഗ്രാഫിൻ്റെ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്? ECG. നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷന്, പ്രവർത്തനത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഏതിലൂടെ കണ്ടെത്താൻ പറ്റും? ഈ ECG പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അടുത്താണ് പൾസ്. ഹാവ് യു നോട്ടീസ് ദ ഡോക്ടേഴ്സ് ചെക്കിംഗ് ദ റിസ്റ്റ് ഓഫ് പേഷ്യൻറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ? നിങ്ങൾ തന്നിരിക്കുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ നമ്മുടെ കൈയുടെ റിസ്റ്റിൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് നോക്കില്ലേ, നമ്മുടെ പൾസ് ചെക്ക് ചെയ്യുന്നതാണ്. നമുക്കിനെ തൊട്ട് നോക്കിയാൽ അറിയാം അവിടെ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ഉള്ളതുപോലെ. അതെന്താ നോക്കിക്കേ. വൈ ഈസ് ഇറ്റ് ഡൺ സോ? നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രസ് ദ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ. നമ്മുടെ ആ രണ്ട് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ്, വലത്തെ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് ഓൺ യുവർ ലെഫ്റ്റ് റിസ്റ്റ്, നമ്മുടെ ഇടത്തെ കയ്യിലെ റിസ്റ്റിൻ്റെ ഭാഗത്ത് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? നമ്മുടെ പൾസ് അറിയാൻ പറ്റും. നമ്മൾ ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ത്രോബിങ് സെൻസേഷൻ ഉണ്ടാവും, അതായത് ഒരു മൂവ്മെൻറ്റ് പോലെ തോന്നിക്കും. അതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ഹിൻസിൻ്റെ അടിസ്ഥാനത്തിൽ പൾസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനാണ്. അതായത് ഹിൻസ് നോക്കിക്കേ. കൺട്രാക്ഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടീരിയൽ വാൾ, ദ എക്സ്പാൻഷൻ ഓഫ് ആർട്ടീരിയൽ വാൾ ആൻഡ് റിഗൈനിങ് ദ പ്രീവിയസ് സ്റ്റേറ്റ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഹാർട്ടിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. അതായത് കൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, റിലാക്സേഷനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോഴേ വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് ആർട്ടറീസിലേക്ക് പോകും. അപ്പോൾ ഈ ആർട്ടറീസിലേക്ക് ഇങ്ങനെ വെൻട്രിക്കിൾസിൽ നിന്നുള്ള ബ്ലഡ് ചെല്ലുമ്പോഴത്തേക്കും ആർട്ടറി വോൾസിൽ ഒരു വേവ് ലൈക്ക് അല്ലെങ്കിൽ തരംഗ രൂപത്തിലുള്ള ഒരു ചലനം ഉണ്ടാവും. ആ വേവ് ലൈക്ക് ആയിട്ടുള്ള മൊമെൻ്റാണ് പൾസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ടേമാണ് ബ്ലഡ് പ്രഷർ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും BP, അതാണ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ എന്നാൽ എന്താണ്? ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് വെൻ ഹാർട്ട് കോൺട്രാക്ട് ആൻഡ് റിലാക്സസ്. നമ്മുടെ ഹൃദയം സങ്കോചിക്കുകയും വിശ്രമാവസ്ഥയിലേക്ക് എത്തത്തില്ലേ, ആ ഒരു സമയത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ ആർട്ടറികളിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് ദ സെയിം വെൻ ഹാർട്ട് കോൺട്രാക്ട് ആൻഡ് റിലാക്സസ്? ഹൃദയം സങ്കോചിക്കുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും അനുഭവപ്പെടുന്ന പ്രഷർ ഒരുപോലെയാണോ? അല്ല. നമ്മൾ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നത് ആ ഒരു പ്രഷറിനെ പറയുന്ന ഒരു പേരും റിലാക്സ് ചെയ്യുമ്പോൾ പറയുന്നത് മറ്റൊരു പേരുമാണ്. അതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ, അതായത് ചുരുങ്ങൽ പ്രക്രിയയാണ് എന്ത്? സിസ്റ്റോൾ. അപ്പോൾ അനുഭവപ്പെടുന്ന പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ. ഇനി ഹൃദയം പൂർവ്വാവസ്ഥയിൽ അല്ലെങ്കിൽ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് ഡയസ്റ്റോൾ അഥവാ ഡയസ്റ്റോളിക് പ്രഷർ. ഇനി ഇതൊക്കെ എത്രയൊക്കെയാണ്, ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നമ്മുടെ സിസ്റ്റോളിൽ ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കിക്കേ. അബൌട്ട് 70 ml ഓഫ് ബ്ലഡ് ഈസ് പംപ്ഡ് ഇൻ ടു ദ ആർട്ടറീസ് വെൻ ഹാർട്ട് കൺട്രാക്ട്. നമ്മുടെ ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത് ഏകദേശം 70 ml ബ്ലഡ് ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യുന്നു.
നമ്മുടെ ആ ഒരു ആർട്ടറീസിൽ ആ ടൈമിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് 120 mmHg ആണ്. യൂണിറ്റ് മനസ്സിലാക്കുക, 120 mmHg. ഇതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ എന്ന്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് സിസ്റ്റോളിക് പ്രഷർ. അപ്പം നമ്മൾ ആദ്യം സിസ്റ്റോൾ എന്താണെന്ന് അറിയണം. കൺട്രാക്ഷൻ ഓഫ് ഹാർട്ടാണ് സിസ്റ്റോള്. ഈ സിസ്റ്റോളിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 70 ml ബ്ലഡ് ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് 120 mmHg ആണ്. ഇതാണ് ഒരു സിസ്റ്റോളിക് പ്രഷർ. അതേപോലെ ഡയസ്റ്റോൾ എടുക്കുമ്പോൾ ഹൃദയം റിലാക്സ്ഡ് സ്റ്റേറ്റിൽ വരുന്നതാണ് ഡയസ്റ്റോൾ. അപ്പോൾ അനുഭവപ്പെടുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ. അതെത്രയാണെന്ന് നോക്കിക്കേ. എബൌട്ട് 70 ml ഓഫ് ബ്ലഡ് എൻറ്റേഴ്സ് ഇൻ ടു ഹാർട്ട് വെൻ ഇറ്റ് റിലാക്സസ്. നമ്മുടെ ഹൃദയത്തിലേക്ക് 70 ml ബ്ലഡ് എത്തുന്നുണ്ട്. എപ്പോഴാണ് ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ. ആ ടൈമിൽ അനുഭവപ്പെടുന്ന പ്രഷർ 80 mmHg ആണ്. ഇതിനാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ എന്താണ്? സിസ്റ്റോൾ മീൻസ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട്, ഡയസ്റ്റോൾ റിലാക്സേഷൻ ഓഫ് ഹാർട്ട്. സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? നോർമൽ 120 mmHg ആണ്. എന്നാൽ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ 80 mmHg ആണ്. അപ്പം നമ്മൾ ECG എന്താണെന്ന് പറഞ്ഞു, ഒപ്പം പൾസ് എന്താണെന്ന് പറഞ്ഞു, ഇപ്പോൾ ബ്ലഡ് പ്രഷറിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡബിൾ സർക്കുലേഷൻ. നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുന്ന പാർട്ട് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്പീരിയർ വീന കവ എന്താണെന്നും ഇൻഫീരിയർ വീന കവ എന്താണെന്നും. സുപ്പീരിയർ വീന കവ എന്താണ്? നമ്മുടെ അപ്പർ ബോഡി പാർട്ടിൽ നിന്നുള്ള ബ്ലഡിനെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതാണ് സുപ്പീരിയർ വീന കവ. അതേപോലെ ലോവർ പാർട്ട് ഓഫ് ബോഡി പെൽവിസും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്ടിൽ നിന്നുള്ള ബ്ലഡിനെ എൻ്റർ ചെയ്യുന്ന ഭാഗമാണ് ഇൻഫീരിയർ വീന കവ. ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ അളവ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് എത്തണം? ഹൃദയത്തിലേക്ക് എത്തണം. അപ്പോൾ ഈ സുപ്പീരിയർ വീന കവയും ഇൻഫീരിയർ വീന കവയും വഴി ഈ ബ്ലഡ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുകയും അവിടെ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിൾ എത്തിയതിന് ശേഷം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് എത്തണം? ശ്വാസകോശത്തിലേക്ക് എത്തണം. അപ്പോൾ ശ്വാസകോശത്തിലേക്ക് എത്തിയാൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലടങ്ങിയ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്ത് ഓക്സിജനെ സ്വീകരിക്കാൻ പറ്റൂ. അപ്പോൾ അവരെങ്ങോട്ടേക്ക് പോകും? പൾമണറി ആർട്ടറിയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്ത് ഓക്സിജനെ സ്വീകരിക്കും. ശേഷം അങ്ങനെ വന്ന ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തെ ഇനി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണ്ടേ? അതിനെ സഹായിക്കുന്ന ആരാണ്? പൾമണറി വെയിനാണ്. ഈ പൾമണറി വെയിനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശുദ്ധരക്തം അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയം സ്വീകരിക്കുകയും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. ഓർക്കുക, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ആ ബ്ലഡ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? അയോർട്ടയുടെ ബ്രാഞ്ചസുള്ള ആർട്ടറീസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ രക്തം തന്നെയാണ് 2 പ്രാവശ്യം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഒരേ ബ്ലഡ് 2 പ്രാവശ്യം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. സെയിം ബ്ലഡ് റീച്ചസ് ദ ഹാർട്ട് ട്വൈസ്. ഒരേ ബ്ലഡ് 2 പ്രാവശ്യം ഹൃദയത്തിലേക്ക് എത്തുന്നു, അതുകൊണ്ട് തന്നെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നു. ഒരു തവണ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നു. പിന്നീട് ഒരു തവണ എന്ന് പറയുന്നത് ലങ്സിൽ നിന്നും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നതാണ്. ഈ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു. ഒന്ന് പൾമണറി സർക്കുലേഷനും രണ്ടാമത്തത് സിസ്റ്റമിക് സർക്കുലേഷനാണ്. ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ പൾമണറി സർക്കുലേഷനെയും സിസ്റ്റമിക് സർക്കുലേഷനെയും ചേർത്താണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. നമുക്കിതിൽ പൾമണറി സർക്കുലേഷൻ നോക്കാം. നമ്മുടെ ബോഡിയിൽ ഹാർട്ടിൽ നിന്നും ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടേക്കാണ് നോക്കാം. ആദ്യം പൾമണറി ആർട്ടറിയിലേക്കാണ്. പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്ന എന്തിനു വേണ്ട? ഓക്സിജനേഷന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് എത്തും? ലങ്സ് അഥവാ ശ്വാസകോശത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്ത് ഓക്സിജനെ സ്വീകരിക്കുന്നു. എന്നിട്ട് അത് ഏതുവഴി? പൾമണറി വെയിൻ്റെ സഹായത്താൽ തിരിച്ച് പ്യൂരിഫൈ ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തി, അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് തന്നെ എത്തി പ്യൂരിഫൈഡ് ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്നു. ഈ ഒരു സർക്കുലേഷനാണ് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ പൾമണറി വെയിനിൽ നിന്നും വരുന്ന ശുദ്ധീകരിക്കപ്പെട്ട രക്തം നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് എത്തുന്നതെന്ന്. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തും? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. അതായത് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ട എന്ന് പറയുമ്പോൾ നമ്മളൊരു ആർട്ടറീസും ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അയോർട്ടയിലേക്ക് എത്തി അയോർട്ടയാണ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊടുത്തതിന് ശേഷം പിന്നീട് അവിടെ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസും കാർബൺ ഡൈ ഓക്സൈഡിനെയും വീണ്ടും സ്വീകരിക്കും. അത് സ്വീകരിക്കുക എവിടെ നിന്നൊക്കെയാണ്? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവയിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് വരുന്ന
കാർബൺ ഡൈ ഓക്സൈഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡിനെ സ്വീകരിക്കുന്നത് സുപ്പീരിയർ വീന കാവയും അതുപോലെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നും ഇൻഫീരിയർ വീന കാവയും. അപ്പോൾ ഇവിടെ നിന്നുമൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അടങ്ങിയ ഡീഓക്സിഡേറ്റഡ് ബ്ലഡിനെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഹാർട്ടിലേക്ക് എത്തുന്നു. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്യൂരിഫിക്കേഷനൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനും ചേർത്ത് നമ്മൾ പറയുന്നതാണ് ഡബിൾ സർക്കുലേഷൻ. ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് പൾമണറി സർക്കുലേഷൻ എന്താണെന്നാണ്. അതായത് നമ്മുടെ ബോഡിയിലെ റൈറ്റ് ഏട്രിയത്തിൽ എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീഓക്സിഡേറ്റഡ് ബ്ലഡാണ്. അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. അവിടെ നിന്നും ഓക്സിജനേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് പൾമണറി ആർട്ടറിയുടെ സഹായത്താൽ അത് ലങ്സ് അഥവാ ശ്വാസകോശത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ടേക്ക് കൊടുത്ത് ഓക്സിജനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബ്ലഡ് എന്തായി? ഓക്സിജനേറ്റഡ് ആയി മാറി. ഇനി ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? പൾമണറി വെയിൻ. ഈ പൾമണറി വെയിൻ എങ്ങോട്ടേക്ക് പോകും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുകയും ലെഫ്റ്റ് ഏട്രിയത്തിൽ പ്യൂർ ബ്ലഡ് എത്തുകയും ചെയ്യുന്നു. ലെഫ്റ്റ് ഏട്രിയം വരെ എത്തിയില്ലേ? അവിടെയാണ് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന പാർട്ട് പറയുന്നത്. ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. ബോഡിയിൽ ലെഫ്റ്റ് ഏട്രിയത്തിൽ പ്യൂരിഫൈഡ് ബ്ലഡ് എത്തി. അവിടെ നിന്ന് അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്യും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ടയുടെ സഹായത്താലാണ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് ഓക്സിജൻ ബ്ലഡ് എത്തുന്നത്. ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഈ ഓക്സിജൻ ബ്ലഡിനെ സപ്ലൈ ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന പിന്നീട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ വീണ്ടും എന്ത് ചെയ്യും? ബോഡിയുടെ അപ്പർ പാർട്ടിൽ നിന്നും സുപ്പീരിയർ വീന കാവ വഴിയും ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നും ഇൻഫീരിയർ വീന കാവയുടെയും സഹായത്താൽ വീണ്ടും കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് എത്തുന്നു. ഈ പ്യൂരിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. സോ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ചേർന്ന് നമ്മൾ എന്ത് പറയുന്നു? ഡബിൾ സർക്കുലേഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡബിൾ സർക്കുലേഷനിൽ പഠിക്കാനുള്ളത്. നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ട് പേഷ്യൻസിൻ്റെ എണ്ണമൊക്കെ കൂടുതലാണ് അല്ലേ? അപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമുക്ക് കൂടുതൽ ജങ്ക് ഫുഡൊക്കെ കഴിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കുറയ്ക്കണം. ഒപ്പം അതേപോലെ തന്നെ എക്സസൈസ്, റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അതേപോലെ നമുക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് പാട്ട് കേൾക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക, നല്ല കാർഡിയാക് വർക്കൗട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രെങ്ത് നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം. അവോയ്ഡിങ് ബാഡ് ഹാബിറ്റ് ലൈക്ക് ഡ്രിങ്കിങ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. ആൽക്കഹോളും സ്മോക്കിംഗ് പോലുള്ള ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കണം. റെഗുലേറ്റ് ബോഡി വെയ്റ്റ് അക്കോർഡിംഗ് ടു BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മൾ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യണം. ഇത്ര നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ക്ലിയർ അല്ലേ? വേൾഡ് ഹാർട്ട് ഡേ എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 29 Studies indicate that number of heart patients is increasing. Unhealthy food habit and lack of exercise are the main reason for this. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹാർട്ട് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ത് തന്നെയാണ്? തെറ്റായ ഫുഡ് ഹാബിറ്റും അതേപോലെ എക്സസൈസ് ഇല്ലായ്മയൊക്കെയാണ്. Consuming too much of fatty food causes deposition of fat in the arterial wall. This leads to condition called atherosclerosis. ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് അത്തീറോസ്ക്ലെറോസിസ് എന്ന്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള കണ്ടൻ്റാണ് ചെല്ലുന്നതെങ്കിൽ ഫാറ്റി ഫുഡുകൾ നമ്മുടെ ആർട്ടറിയുടെ വോൾ, അതാണ് ആർട്ടീരിയൽ വോൾ എന്ന് പറയുന്നത്, ആർട്ടീരിയൽ വോളിൽ ഈ ഫാറ്റിൻ്റെ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ ഡെപ്പോസിഷന് കാരണമാവുകയും അത് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് അത്തീറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ആസ് ദ റിസൾട്ട് ഓഫ് ദിസ്, ഈ അത്തീറോസ്ക്ലെറോസിസ് ഉണ്ടാകുന്നതിൻ്റെ അല്ലെങ്കിൽ ഫാറ്റ് വന്ന് ആർട്ടീരിയൽ വോളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഈസ് ക്ലോട്ടഡ് ഇൻ ദ കൊറോണറി ആർട്ടറി. നമ്മുടെ കൊറോണറി ആർട്ടറിയിൽ ബ്ലഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? ക്ലോട്ടിങ് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ക്ലോട്ടിങ് ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് കൊറോണറി ത്രോംബോസിസ്. ആൻഡ് ദിസ് ഇൻ ടേൺ മേ കോസ് ഹാർട്ട് അറ്റാക്ക്. ഇത് എന്തിനും കാരണമായേക്കാം? ഹൃദയാഘാതത്തിനും കാരണമാവാം. മറ്റൊരു കണ്ടീഷനാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് ഈസ് കോസ്ഡ് ബൈ ദ ബ്ലോക്കേജ് ഓർ റപ്ചർ ഓഫ് ബ്ലഡ് വെസൽ ഇൻ ദി ബ്രെയിൻ. നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ റപ്ചർ പൊട്ടിപ്പോവുകയോ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്ട്രോക്ക്. നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത്: അത്തീറോസ്ക്ലെറോസിസ്, കൊറോണറി ത്രോംബോസിസ്, സ്ട്രോക്ക്. ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വേൾഡ് ഹാർട്ട് ഡേ എന്നാണ് സെപ്റ്റംബർ 29. അപ്പം നമ്മുടെ ഈ ഡൈജഷൻ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പ്ലാന്റ്സിൻ്റെ കാര്യം പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ്സിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.